നാട്ടുകാർക്ക് ആരാണ് വിശ്വാസി ആരാണ് വിശ്വാസം ഇല്ലാത്ത ആൾ എന്നുള്ളത് പൊങ്കാലയ്ക്ക് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അവർക്ക് എല്ലാവർക്കും അറിയാം. ദീപാരാധന നടക്കുമ്പോൾ അടുത്തുനിന്ന് ആളുകൾ തൊഴുതാൽ ആ കൈപിടിച്ച് താഴോട്ടാക്കിയിരുന്ന ആളുകൾ ഇന്ന് വോട്ടിന് വേണ്ടി പേരിന് വേണ്ടി ഇങ്ങനെ കൈകൂപ്പി എന്ന് വരുത്താനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. നമസ്തേ സാർ. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു എന്താ പറയുക, ഒരു സ്ഥാനാർത്ഥിയൊന്നുമല്ല എങ്കിൽ പോലും വരുന്ന തെരഞ്ഞെടുപ്പ് അതിനു മുമ്പ് BJPക്ക് ഒരു നല്ല ഒരു ബേസ് തിരുവനന്തപുരത്ത് ഉണ്ടാക്കി കൊടുത്ത, അല്ലെങ്കിൽ ഓൾ ഓവർ കേരളത്തിൽ വാവ് എന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തി തന്നെയാണ് അങ്ങ്. അതിന്റെ ഒരു കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് കാണുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഉള്ളത്. കോർപ്പറേഷനുള്ളിലും അതുപോലെ തന്നെ കേരളത്തിലൊക്കെ തന്നെ ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല ഈ ഭരണത്തിലേക്ക് എത്തിയത്. അത് ഒരു വ്യക്തിക്ക് ഒരിക്കലും സാധിക്കുകയില്ല. വലിയൊരു വിഭാഗം പ്രവർത്തകർ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചപ്പോൾ ജനങ്ങൾ അതിനോടൊപ്പം അണിചേർന്നു. അങ്ങനെയാണ് ഞാനതിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ചുമതലയിൽ വന്നു എന്ന് മാത്രം. അതിലപ്പുറം ഒരു വ്യക്തി എന്നുള്ള വ്യാഖ്യാനത്തോട് ഞാൻ യോജിക്കുന്നില്ല. മറ്റൊന്ന്, കോർപ്പറേഷൻ പരിധിക്കുള്ളിലും പുറത്ത് കേരളത്തിലൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഭരണവും ഒക്കെ അതിൽ റിഫ്ലക്ട് ചെയ്യും. ഇന്നിപ്പോ ഇവിടെ വന്ന് ഭക്തസമൂഹത്തെ കണ്ടപ്പോൾ, സ്ത്രീകൾ ഒരുപാട് പേരുള്ള ഒരിടമാണ്, ഇവിടെ വന്ന് കണ്ടപ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? ഒരുപാട് പേര് ഇവിടെ കാണുന്നുണ്ട് നമ്മൾ ഈ ഒരു അവസരം മുതലാക്കാനായിട്ട്. എന്താണ് തോന്നുന്നത്? സ്വാഭാവികമായിട്ട് ഉത്സവം നടക്കുമ്പോഴേക്കും എല്ലാ തരത്തിലുള്ള ആൾക്കാർ വരും. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ തന്നെ ജനങ്ങളെ ഒരുമിച്ച് കാണുവാനും അവരുമായിട്ട് ഇടപഴകുവാനും ഒക്കെ വരില്ല. അതൊക്കെ സ്വാഭാവികമാണ്, അത് നല്ല കാര്യമാണ്. അത് ആരാധനാലയങ്ങളിൽ നിന്നിപ്പോൾ ഓശാന പെരുന്നാളായിരുന്നു, അവിടെ എല്ലാ സ്ഥാനാർത്ഥികളും ഒക്കെ പോയി. അതൊക്കെ ജനാധിപത്യത്തിന്റെ ഒരു നല്ല ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും കരിക്കം ദേവി ക്ഷേത്രത്തിലും നിരവധി പേർ എത്തുന്നുണ്ട്. നല്ല കാര്യമാണ് അതൊക്കെ. വളരെ കുറഞ്ഞത് ഒരു സമയമാണോ പ്രചരണത്തിന് കിട്ടിയതെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ലഭിക്കേണ്ട സമയം ലഭിച്ചിട്ടുണ്ട്. അതിന് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ചിലർക്ക് സമയം കുറഞ്ഞതാണ് ഗുണം, ചിലർക്ക് സമയം കുറഞ്ഞു പോയി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവസാനിപ്പിക്കാനുള്ള സമയം ലഭിച്ചില്ല എന്നുള്ള ആശങ്ക ഉണ്ടാകാം. പിന്നെ ചൂട് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് അവസാനിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. പലതരത്തിലും ഓരോരുത്തരുടെയും ഓരോ സാഹചര്യം അനുസരിച്ചിട്ടാണല്ലോ. പിന്നെ കയ്യിലുള്ള പൈസയൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നന്നാന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് അങ്ങേക്ക് ഒരു ആശംസ നൽകാൻ തോന്നുന്നത്, 45 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു വിഭാഗത്തിന്റെ നിന്നാണ് BJP ഇപ്പോൾ കോർപ്പറേഷൻ എടുത്തിരിക്കുന്നത്. തുടർച്ചയായി കോർപ്പറേഷൻ ഭരിക്കാൻ BJPക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജമുണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. താങ്ക് യു സർ. സന്തോഷം, വളരെ നന്ദി. കരിക്കകം പൊങ്കാലയിൽ ഇപ്പൊ എല്ലാ സ്ഥാനാർത്ഥികളും ഒരുമിച്ച് കാണുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമോ സാറിന് തോന്നുന്നു? ആർക്ക്? ഈ നാട്ടുകാർക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ. നാട്ടുകാർക്ക് ആരാണ് വിശ്വാസി ആരാണ് വിശ്വാസം ഇല്ലാത്ത ആൾ എന്നുള്ളത് പൊങ്കാലയ്ക്ക് കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അവർക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുക, ആരുടെ കീഴിലാണ് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നത്, ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഇല്ല. ഈ ഒരു അവസരത്തിൽ ഒരുപാട് പേരെ ഇവിടെ കണ്ടു. ഒരുപാട് പേര് ആദ്യമായി കുറിതൊട്ടവരെ നമ്മൾ 2 ദിവസം മുമ്പേ കണ്ടു. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് പേരെ ഇവിടെ കാണുമ്പോൾ അങ്ങേക്ക് എന്താണ് ഈ ജനങ്ങളോട് മാത്രം പറയാനുള്ള എന്തെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സന്ദേശം ഉണ്ടോ? ജനങ്ങൾ ചുറ്റും നടക്കുന്നത് എന്താണെന്നുള്ളത് വിലയിരുത്തണം. കാണുന്നത് മാത്രമല്ല, കാണുന്നതിനപ്പുറത്തുള്ള കാര്യങ്ങൾ പലതുണ്ട്, അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണം. നാടിനും ജനങ്ങൾക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു തീരുമാനം, ആ തീരുമാനം ജനങ്ങൾ എടുക്കണം. പ്രചരണം ഇവിടെ വരെയായി സർ? പ്രചരണം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു. ജനങ്ങളിൽ നിന്ന് വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുന്നു. ഈ തവണ കഴക്കൂട്ടത്തൊരു മാറ്റം ഉണ്ടാകണം എന്നുള്ള ഒരു പ്രതീക്ഷയും ആഗ്രഹവുമാണ് ജനങ്ങൾ പങ്കുവെച്ചത്. ഭാരതത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം തിരുവനന്തപുരത്ത് കേരളത്തിലെ BJPക്കും പ്രത്യേക ഊർജ്ജമാണ് നൽകുന്നത്. ആ ഊർജ്ജം അങ്ങേക്ക് ഈ പ്രചരണ വേളയിൽ കണ്ടെത്താൻ സാധിച്ചോ? തീർച്ചയായിട്ടും ജനങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മുടെ കഴക്കൂട്ടം ബൈപ്പാസും കഴക്കൂട്ടത്തെ ഫ്ലൈ ഓവറും വന്നതിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള മാറ്റം. ആ മാറ്റം ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴക്കൂട്ടത്തെ ഗതാഗതക്കുരുക്ക് എന്നുള്ളത് ഇന്നൊരു പഴയ കഥയാണ്, ആർക്കും ഓർമ്മ പോലും ഇല്ലാത്ത സ്ഥിതിയാണ്. അതൊക്കെ മാറ്റിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ്. അത് ജനങ്ങൾ മറ്റ് സ്ഥലങ്ങളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നത്. കഴക്കൂട്ടം കിട്ടിയ മെട്രോ നൽകുമെന്ന് ഇവിടെ ഒരു വാഗ്ദാനം കേട്ടു. അങ്ങ് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? വാഗ്ദാനങ്ങൾ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്
ശ്രീകാര്യത്ത് കുറെ റോഡ് കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ട്. അതാണ് ആകെ സംഭവിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാർക്കെതിരെയുള്ള ഒരു ജനവികാരമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് വളരെ ശക്തമായി SIR പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്, പാചകവാതക സിലിണ്ടറിന്റെ സ്കേഴ്സിറ്റി അടക്കം ഇപ്പോൾ വലിയ അപകടകരമായ ആളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്ന ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും ആരാധകരോ ക്ഷേത്രക്കാരോ കൊടുക്കുന്ന ഭക്ഷണമല്ലാതെ പണ്ടത്തെ പോലെ ഹോട്ടലിൽ നിന്നും കിട്ടില്ല. കാര്യം ഗ്യാസ് ഇല്ല. അത്ര ഭീകരമായ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ആ വികാരങ്ങളെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടാണ് ഇവിടെ ഉള്ളത്. മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും ക്ഷേത്ര പരിസരങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ കപടവാദികളുടെ ഇടയിൽ ഇന്ന് കുറിതൊട്ട് പലരെയും ഇവിടെ ആദ്യമായി കണ്ടു. എന്താണ് അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത്? ദീപാരാധന നടക്കുമ്പോൾ അടുത്തുനിന്ന് ആളുകൾ തൊഴുതാൽ ആ കൈപിടിച്ച് താഴോട്ടാക്കിയിരുന്ന ആളുകൾ ഇന്ന് വോട്ടിന് വേണ്ടി പേരിന് വേണ്ടി ഇങ്ങനെ കൈ കൂപ്പി എന്ന് വരുത്താനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മളൊക്കെ തീർത്ഥം പോറ്റി തീർത്ഥം തന്നാൽ അതിങ്ങനെ സേവിച്ച് തലയിൽ കുറഞ്ഞ ആചാരപ്രകാരമായി. വേറെ ചില ആളുകൾ തീർത്ഥം വായിച്ചിട്ട് അപ്പുറം നോക്കിയിട്ട് താഴെ കളയുന്നവരാണ്. നമ്മളങ്ങനെയല്ല. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്നാണ് പ്രമാണം. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. നമുക്കൊന്നും നിന്നയെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈശ്വര നിന്ന എന്ന് പറയുന്നത് ഒരിക്കലും പുറക്കാൻ കഴിയുന്ന കാര്യമല്ല. അയ്യപ്പനെ പോലെ ഒരു മതേതരമായിട്ടുള്ള ഒരു ആരാധനാലയം അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ ഒരിക്കലും പൊറുക്കില്ല. ദൈവം പൊറുക്കാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. എന്തായാലും ഒരു തിരിച്ചുവരവ് അത് ശക്തമായിരിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് സാർ. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ഷേത്ര പരിസരത്ത് ഒരുപാട് പേരെ ഒരുമിച്ച് കാണുക എന്ന ഉദ്ദേശത്തോടു കൂടി എല്ലാ സ്ഥാനാർത്ഥികളും എത്തുന്ന ഒരു സംഭവമാണ് ഈ പൊങ്കാല ക്ഷേത്ര ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. താങ്കൾ അതിൽ നിന്ന് വ്യത്യസ്തനാണോ? ഞാൻ സ്ഥാനാർത്ഥി അല്ലാത്തപ്പോഴും കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട്. ഇതേ പൊങ്കാലയ്ക്ക് വന്നിട്ടുണ്ട്. എവിടെയെല്ലാം ഉത്സവങ്ങളും അതുപോലെ തന്നെ ഭക്തജനങ്ങളും ആളുകളും കൂടുന്നുണ്ടോ അവരോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് എന്തുകൊണ്ടോ എൻ്റെ ഒരു ക്യാരക്ടറാണ്. അത് സ്ഥാനാർത്ഥിയാവണമെന്നില്ല. പൂരങ്ങളാണെങ്കിലും പെരുന്നാളുകളാണെങ്കിലും ജനങ്ങൾ അവിടെ ചെല്ലുന്നത് അവരുടെ ഒരു അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയല്ലേ. അതുപോലെ തന്നെ ആഹ്ലാദത്തിന് വേണ്ടി ഉത്സവങ്ങളിൽ പോകുന്നു. അവരോടൊപ്പം നിൽക്കുക, അവരുടെ കൂടെ നിൽക്കുക, സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിലും. എങ്ങനെയാണ് ഇലക്ഷനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങേ ചൂസ് ചെയ്യുന്ന ഒരു വിഭാഗത്തെ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ മണ്ഡലത്തിൽ ഞാൻ വിജയിക്കും. നല്ല ഭൂരിപക്ഷത്തോട് വിജയിക്കുന്ന പ്രചരണം നടന്നു പോകുന്ന രീതിയിലുള്ള പ്രചാരണം സെക്കൻഡ് റൗണ്ടായി. നാളെ തൊട്ട് പ്രചരണം സ്ഥാനാർത്ഥിയുടെ ഔപചാരികമായ പ്രചരണം ആരംഭിക്കുകയാണ്. വീണ്ടും ഒരു MLA ആയിട്ട് വരുമ്പോ എന്താണ് അങ്ങ് ഈ ഒരു ജനസമൂഹത്തിന്, കാര്യം നിരാശയിലാണ്ടിരിക്കുന്ന ഒരു ജനസമൂഹമാണ് നമുക്കറിയാം, അവരോട് എന്താണ് പറയാനുള്ള ഒരു പ്രതീക്ഷ? അവർക്ക് 10 വർഷം എന്താണോ നഷ്ടപ്പെട്ടത് അതും അതിലധികവും UDF കൊടുക്കും. താങ്ക് യു സർ.